ബാലരാമപുരത്തെ 2 വയസ്സുകാരുടെ കൊലപാതക കേസിൽ പ്രതി ഹരികുമാറിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചു. നാളെ കോടതി അപേക്ഷ പരിഗണിച്ചാൽ കസ്റ്റഡിയിൽ വാങ്ങുന്ന ഹരികുമാറിനെ മനഃശാസ്ത്ര വിദഗ്ധരെ ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യും. ഗൂഗിൾനാഥ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഒരുപാട് ചുരുളഴിയേണ്ട സംശയങ്ങൾ, പ്രതി വേണ്ട രീതിയിൽ പോലീസിനോട് അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യം, അപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടി വരികയാണോ? എങ്ങനെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? പ്രജീഷ, ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും കേരള മനസാക്ഷി തന്നെ ഞെട്ടിച്ചതുമായ സംഭവമാണ് ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് അമ്മാവൻ തന്നെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും. ഇത് ആദ്യം തൊട്ട് തന്നെ പോലീസിന് ഇതിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഈ കുട്ടിയെ എറിഞ്ഞ് കൊന്നതാണ് തുടങ്ങിയ സംശയങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് കുരുക്ക് മുറുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അമ്മാവനിലേക്കും അമ്മയിലേക്കുമൊക്കെ പോലീസ് കേന്ദ്രീകരിക്കുകയും അതിൽ അമ്മാവൻ തന്നെ കുറ്റകൃത്യം ചെയ്തതായി അയാൾ പറയുകയും ചെയ്തത്. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ അപേക്ഷ നാളെ നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണെങ്കിൽ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുകയും ഹരികുമാറിനെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഹരികുമാറിന് മാനസിക രോഗമുണ്ട് എന്ന് പോലീസ് ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ഓട്ടിസം ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാനസിക രോഗ വിദഗ്ധരെ കൂടെ ചേർത്തിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കാണ് മുൻപ് പോകുന്നത്. പോലീസിന്റെ ചില വിഘടന ന്യായങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ഹരികുമാർ എങ്ങനെയാണ് ഈ മോഡസ് ഓഫ് ഓപ്പറാൻഡി നടത്തിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കുറ്റം ചെയ്തെന്നുള്ളത് പോലീസിന് ഇപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല. അത് ആദ്യമേ 2 ദിവസം കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴേ ചോദ്യം ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് അവിടെയൊക്കെ വലിയ പോരായ്മ കാണിച്ചതിലും കുട്ടിയുടെ അമ്മ ശ്രീതു ഇപ്പോൾ റിമാൻഡിലാണ്. ഈ സാമ്പത്തിക തട്ടിപ്പുമായി ദേവസ്വം ബോർഡ് ജോലി വാഗ്ദാനം ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. എന്തായാലും ഇപ്പോൾ രണ്ടുപേരും, സഹോദരനും അതേപോലെ സഹോദരിയും പോലീസ് റിമാൻഡിൽ തന്നെയാണ്. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യാൻ പോവുകയാണ്.